ഹായ്, ഇന്നൊരു കുട്ടി മിനി വ്ളോഗാണ്. എൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പാർക്കിൽ പോയി ഫോട്ടോ എടുക്കാൻ നടന്നില്ല. പിന്നെ കേക്കൊക്കെ മേടിച്ച്, നല്ല കേക്കായിരുന്നു. എൻ്റെ ഫ്രണ്ടൊക്കെ വിളിച്ച് എല്ലാവരും വിളിച്ച് കേക്കൊക്കെ രാത്രി കട്ട് ചെയ്തു. അങ്ങനെ കേക്കൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മളെ നാട്ടിലത്തെ 12 മണിക്ക് കട്ട് ചെയ്തു. കാരണം വെച്ചാൽ നല്ല ടയേർഡായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി. അടുത്ത ദിവസം തന്നെ നെയ്ബർ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഐ എം വെരി ഹാപ്പി. നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. സോ എൻ്റെ അടുത്തൊന്ന് ഫുഡ് ലൈറ്റായിട്ടൊന്ന് റെഡിയാക്കാൻ പറഞ്ഞു. സോ ഞാൻ തന്തൂരി ഉണ്ടാക്കി. എനിക്ക് എന്നിട്ട് റെഡി ആവണമായിരുന്നു. സോ ഞാൻ ജസ്റ്റ് നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പം സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ. ഞാൻ രാത്രിയായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല. ഞാൻ സെറം ഉപയോഗിച്ചു. ഞാൻ സെറം ഉപയോഗിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്, മിനിമലിസ്റ്റിൻ്റെയാണ്. നല്ലതാണെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. സോ ഞാൻ നല്ലപോലെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നീട് ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര അലർജിയായി. അങ്ങനെ ഞാൻ ലിപ് ബാം മോയ്സ്ചറൈസർ എനിക്ക് മസ്റ്റാണ്. ഭയങ്കര സ്കിൻ ഡ്രൈ ആവുന്നുണ്ട്, ഭയങ്കര തണുപ്പാണ് ഇവിടെ. സോ ഞാൻ ലിപ് ബാം മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തു. ഞാനിങ്ങനെ അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കൺസീലർ എൻ്റെ സിസ്റ്റർ കൊണ്ടുവന്നതാണ്. നല്ല കൺസീലറാണ്, സെഫോറയുടേതാണ്. നല്ലതാണ്, നല്ല കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുമ്പം ഫൗണ്ടേഷൻ, ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് പൗഡർ സെറ്റ് ചെയ്യും. പിന്നെ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തതാണ്. എൻ്റെ അബായ ഞാൻ ഡിഫറെൻറ്റ് ലോഞ്ചിൽ നിന്ന് അന്ന് മേടിച്ച അബായ അടിപൊളി അബായാണ്, നല്ലതാണ്. ഞാൻ അബായ ഇട്ടുകൊണ്ടാണ് പോയത്. ഓപ്പൺ അബായാണ് ഞാൻ മേടിച്ചത്. പക്ഷേ എന്നാലും അടിപൊളിയാണ്, നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, നല്ലതാണ്. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഫുഡൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഇറങ്ങാനുള്ള ഒരിതിലാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് എൻ്റെ ഹസ്ബൻഡ് പേഴ്സ് എടുക്കാൻ മറന്നു. ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്, എന്നും പേഴ്സ് എടുക്കാൻ മറക്കും. സോ എന്നും പാതി വഴി പോയിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ അങ്ങനെ പോവും. അങ്ങനെ ഞങ്ങൾ ലിവ ഫെസ്റ്റിവൽ കാണാനാണ് പോണത്. നല്ലതായിരുന്നു. ഫുൾ റേസിങ്ങും ഈ ഡെസേർട്ട് റേസിങ് അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു. സോ ബോയ്സിന് കുറച്ചും കൂടി ഇൻട്രസ്റ്റാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിലെടുത്തുകൊണ്ട് ആ സ്ലോപ്പിലോട്ട് കയറും. നമുക്ക് തന്നെ പേടിയാവും കണ്ടിട്ട്. ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നല്ലതാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം ഇഷ്ടംപോലെ കാണാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കൊരു ഞങ്ങൾക്ക് കുബൂസും ചിക്കനൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഞങ്ങളത് കഴിച്ചില്ല, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അടുത്ത ദിവസം ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. സോ മേടിച്ചു, ഗ്രോസറിയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. രാത്രിയായപ്പം ബീലബാൻ ഇവിടെ വന്ന് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്, ട്രൈ ചെയ്തില്ലെങ്കിൽ. സോ അതും ട്രൈ ചെയ്തു. സ്വീറ്റ് കഴിക്കാതെ എൻ്റെ ഹസ്ബൻഡ് പോലും ഇത് കഴിച്ചു. ബൈ.